السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال: ما من مسلم يدعو بدعوة ليس له فيها إثم ولا قطيعة رحم إلا أعطاه الله بها إحدى ثلاث: إما أن يعجل له دعوته وإما أن يدخرها له في الآخرة وإما أن ينصرف عنه من سوء مثلها. قالوا: إذا نكثر يا رسول الله؟ قال: الله أكثر. റവാഹു അത്ർമുദി. സഹോദരങ്ങളെ, മുത്തഖീകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ഓർപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും: മാ മിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായിരുന്നാലും, യദ്ഉ ബിദഅവത്തിൻ, അയാൾ ഏതൊരു ദുആ ചെയ്താലും, ഏതൊരു മുസ്ലിമും ഏതൊരു ദുആ ചെയ്താലും, ലൈസ ലഹു ഫിഹാ ഇസ്മുൻ, രണ്ട് നിബന്ധനകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. ഒന്ന്, അതിൽ പാപം ഉണ്ടാകുന്ന, കുറ്റം ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കരുത്. ഒരു കുറ്റത്തിന് വേണ്ടി, ഒരു പാപം ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യരുത്. ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ആവരുത് ദുആ. വല ഖതിഅത്തു റഹിമിൻ, ഒരു കുടുംബം വിച്ഛേദിക്കാൻ വേണ്ടിയും ദുആ ചെയ്യരുത്. ഈ രണ്ട് കാര്യത്തിനല്ലാത്ത ഏതൊരു കാര്യത്തിനു വേണ്ടി ഒരു വ്യക്തി ദുആ ചെയ്താലും ഇല്ലാ അഅ്താഹു അല്ലാഹു ബിഹാ, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകും ഇഹ്ദാ, ഒരു കാര്യം, സലാസൻ, മൂന്ന് കാര്യത്തിൽ, മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ടും കിട്ടും. രണ്ട് കാര്യങ്ങൾ ദുആയിൽ ഇല്ലാതിരുന്നാൽ മതി, എന്തുണ്ട് എന്നുള്ളതല്ല, ഇല്ലാതിരുന്നാൽ മതി. ഒന്ന്, ഒരു പാപത്തിന് വേണ്ടി, തെറ്റിന് വേണ്ടി, കുറ്റകരമായ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യരുത്. അവൻ അങ്ങനെ ആവട്ടെ, അവൻ അങ്ങനെ, മറ്റത് ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയുന്ന നെഗറ്റീവായ ഒരു കാര്യങ്ങളും ഉൾപ്പെടുത്താത്തത്. മറ്റൊരു ബന്ധം വിച്ഛേദിക്കുന്ന ഒന്ന്, കുടുംബം പ്രത്യേകിച്ചും. ഇനി എന്താ കിട്ടുന്നത്? ഇമ്മാ അൻ യഅജ്ജല ലഹു ദഅവതഹു, അയാൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അള്ളാഹുവിനോട് ദുആ ചെയ്തത് അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം നൽകുക. വ ഇമ്മാ അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, ഇനി രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ദുആ ചെയ്ത ദുആയ്ക്ക് ദുനിയാവിൽ നിന്ന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല, നാളെ പരലോകത്തിന് കൊടുത്താൽ മതി എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? യദ്ഖിറ, മാറ്റി വെക്കും അല്ലെങ്കിൽ നീട്ടി വെക്കും. അപ്പോൾ മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ തേടിയാലും ഒരു നഷ്ടമില്ല, നാളെ പരലോകത്ത് കിട്ടും. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തതോ, അല്ലെങ്കിൽ അയാൾ ആ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തിന്മയിൽ നിന്ന് അവനെ ആ ദുആ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? തടയുന്നു, അല്ലെങ്കിൽ അവനെ തൊട്ട് തിന്മയെ തടയുന്നു. അയാൾക്ക് വരാനുള്ള ഏതെങ്കിലും ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ തടസ്സം, രോഗം, പരീക്ഷണം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ആ ദുആ ചെയ്തു എന്നുള്ളതിൻ്റെ പരിഗണന വെച്ചുകൊണ്ട് അള്ളാഹു അയാളിൽ നിന്ന് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു: ഇതാ നുക്സിറു, എന്നാൽ ഞങ്ങൾ അധികരിപ്പിക്കട്ടെ, ദുആ ചെയ്ത് വർദ്ധിപ്പിക്കട്ടെ? ഖാല അല്ലാഹു അക്സറു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരും, ദുആ വർദ്ധിപ്പിക്കുന്നവരായി തീരാനും. അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യാനും അതിന് സമയം കണ്ടെത്താനും അതിന് ഇജാബത്ത് നേടിയെടുക്കാനും പറ്റുന്ന പരമാവധി പരിശ്രമങ്ങൾ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അല്ലാഹു നമ്മിൽ നിന്ന് പരിഹരിച്ച് ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ
ഉപജീവന മാർഗമായ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.